അപ്പം ഞാൻ ഇന്നലെ 2-3 കാര്യം വിട്ടുപോയി കേട്ടോ. അപ്പോൾ വരുന്ന വഴിക്ക് കണ്ടത് തേക്കടി അമ്പലം ഉണ്ടായിരുന്നു, പിന്നെ ടൂറിസ്റ്റ് ഏരിയയില്ല. അപ്പം ഒരുപാട് കാണാൻ ഒരുപാട് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്കത് അവിടെ വെച്ച് എടുത്തു പറയാൻ പറ്റില്ല, കാരണം ബസ്സിനായതുകൊണ്ട് ഒന്നും പറ്റിയില്ല കേസ്. സത്യം പറഞ്ഞാൽ നേരത്തേക്കാണെങ്കിൽ ഞങ്ങൾ വണ്ടി നമുക്ക് തേക്കടി ഉള്ളിലേക്കൊക്കെ വിടുമായിരുന്നു, പക്ഷേ ഇപ്പം അത് നമുക്ക് പറ്റത്തില്ല. അതുകൊണ്ട് കുറേ വീഡിയോസൊക്കെ അങ്ങനെ എനിക്ക് ഒന്നും പറയാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ തേക്കടി എത്തി, ബസ്സൊക്കെ നിർത്തി തേക്കടി എത്തി. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്നു. അപ്പോൾ വരുന്ന ടൂറിസ്റ്റുകൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. പക്ഷെ ഇന്നലെ ഞങ്ങൾ ഇന്നിപ്പോൾ ബോട്ടിങ്ങിൻ്റെയൊക്കെ സമയം കഴിഞ്ഞായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് അധികം നേരം ഞങ്ങൾ അവിടെ നിന്നില്ല കേട്ടോ. പെട്ടെന്ന് കണ്ടിട്ടൊക്കെ പോരാൻ. കാരണം 3:30 വരെയുള്ള നിന്നു ബോട്ടിങ്ങിൻ്റെ ഇത്. ഞങ്ങൾ ഇന്നപ്പോൾ ഏകദേശം 4 മണി ആയതുകൊണ്ട് ഞങ്ങൾക്ക് ബോട്ടിങ് കയറാൻ പറ്റിയില്ല. അപ്പം ടിക്കറ്റൊക്കെ ഇപ്പം 3:30 വരെയുള്ളൂ ടിക്കറ്റ് കൊടുക്കുന്നതൊക്കെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞങ്ങൾ അതുകൊണ്ട് ഞങ്ങൾ ഓർത്തു ചുമ്മാ ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കാമല്ലോ, അതുകൊണ്ട് ഞങ്ങൾ അവിടെ മാത്രമായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ കാണുന്നതാണ് തേക്കടി. അപ്പം ഞങ്ങളവിടെ ചെന്നപ്പോൾ മ്ലാവിനെ കണ്ടു, പിന്നെ കേഴ, പിന്നെ കരിമന്തി, പിന്നെ കാട്ടുപോത്ത്. ഇത്ര ഇടത്തിനെ ഇന്നലെ കഴിഞ്ഞ ദിവസം പോയപ്പോൾ ഞാൻ കാണാൻ പറ്റുമായിരുന്നു ശരിക്കും. അപ്പം ഇന്നലെ എടുത്ത വീഡിയോയ്ക്കാണെങ്കിൽ ഞാൻ മ്ലാവിൻ്റെ വീഡിയോ, മ്ലാവ് ഒന്ന് കേഴ തന്നു കേട്ടോ, ഏതോ ഒന്ന് കാട്ടിയുടെ കാണാൻ ദൂരെ വെച്ചിട്ട് കാണും നമ്മൾ. അപ്പം അതാണ് ഞങ്ങളതിനെ ഈ കാണുന്ന കരിമന്തി കേട്ടോ. കരിമന്തി ഉണ്ടായിരുന്നു. കാട്ടുപോത്താണെങ്കിൽ കുറച്ചും കൂടെ അപ്പുറത്തെ സൈഡിലാണ്, അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാട്ടുപോത്തിനെ ഇങ്ങനെ സൂം ചെയ്ത് എടുക്കാൻ പറ്റും, പക്ഷെ നമുക്ക് അത്രയ്ക്കും ബോട്ടിങ്ങൊക്കെ ആണെങ്കിൽ സുഖമായിട്ട് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു കേട്ടോ. പക്ഷേ ഇത് ഞങ്ങൾ ബോട്ടിങ് പോകാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് അതുകൊണ്ട് അത്ര അടുത്ത് നമുക്ക് കാണാം. ഈ കാണുന്നതാണ് കേഴയാണെങ്കിൽ ഇഷ്ടംപോലെ വരെ മാൻ ഇറങ്ങി വരും. അതുപോലെ ആനയൊക്കെ കാണണമെങ്കിൽ അങ്ങ് ഉള്ളിലോട്ട് പോകണം. ബോട്ടിങ് വേണം സുഖമായിട്ട് ഇതെല്ലാം കാണാൻ കേട്ടോ, കാരണം വെള്ളമൊക്കെ ഇപ്പം തീരെ കുറവായതുകൊണ്ട് സുഖമായിട്ട് നമുക്ക് പോയിട്ട് വരാം. അത് മാത്രമല്ല ട്രെക്കിങ്ങൊക്കെ ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ ആ സൈഡിൽ കൂടെ നടന്നു പോകുന്നുണ്ട് ഇഷ്ടം പോലെ ആൾക്കാർ. അപ്പം അവരൊക്കെ കഴിഞ്ഞ് ഏകദേശം അവരൊക്കെ വരുമ്പം തന്നെ എനിക്ക് തോന്നുന്നത് 5-5:30 6 മണിക്കാവും തിരിച്ചെത്തുമ്പോൾ തന്നെ. അപ്പം ഞങ്ങളതുകൊണ്ട് അവിടെയൊക്കെ ജസ്റ്റ് കാണാമെന്ന് വെച്ചു. നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ ചെന്നപ്പം. പിന്നെ തേക്കടിയുടെ പ്രത്യേക ഒരു ഭംഗിയില്ലേ. അപ്പോൾ പിള്ളേരൊക്കെയാണ് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുക, അവർക്ക് ഇഷ്ടമാണ്. പക്ഷേ അവർക്കിങ്ങനെ മോക്കാളിലും മൃഗങ്ങളെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞങ്ങൾ അകത്തോട്ട് കയറാൻ നോക്കുക, കാരണം കുറച്ചും കൂടെ ഇതെടുക്കണമെങ്കിൽ അപ്പുറത്തെ സൈഡ് വന്ന് എടുക്കാൻ പറ്റുള്ളൂ. അന്നേരം കണ്ടതാണ് 2 കേഴയാന്ന് തോന്നുന്നത് കേട്ടോ, കേഴയോ മ്ലാവോ എന്തോ സാധനം കണ്ടാണ്. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് കാട്ടുപോത്തുണ്ടായിരുന്നു കേട്ടോ, തൊട്ടടുത്ത്. അത് സൂം ചെയ്ത് അങ്ങനെ ഈ ചെടിയുടെ ഈ മരത്തിൻ്റെ പുറവശത്ത്, പക്ഷെ അതങ്ങനെ സൂം ചെയ്ത് എടുക്കാനായിട്ട് എനിക്ക് പറ്റിയില്ല കേട്ടോ. പിന്നെ ഒരു ബോട്ടിങ് എടുത്ത് പറഞ്ഞാൽ ആരോ വന്നിട്ടുണ്ടായിരുന്നു, അവർക്ക് വേണ്ടിയിട്ടാണ് ബോട്ട് എടുത്തു തരാം, ഫോറസ്റ്റ് വന്ന. അപ്പോൾ KTDCയിലെ ബോട്ടിങ്ങാണ് വന്ന് എടുത്തത് അവർ. അപ്പോൾ അവർ വന്നപ്പോൾ ഞങ്ങൾക്ക് ഈ മലയെ കാണുമ്പോൾ കണ്ടില്ല എന്ത് ഭംഗിയാണെന്നറിയോ. തേക്കടിയെ പ്രത്യേക അതാ, നല്ല ഭംഗിയാണ് തേക്കടിയെ കാണാനായിട്ട്. പിന്നെ ഇതൊക്കെ മരമൊക്കെ ആണെങ്കിൽ നല്ല രസമാണ് കാണാൻ, നമുക്ക് അവിടെ പോയി കണ്ടാലേ അത് പറഞ്ഞാൻ പറ്റുള്ളൂ. പിന്നെ ചേട്ടനും കുഞ്ഞും അവിടെ പ്രണവാണെങ്കിൽ അങ്ങോട്ട് ഓടി കിടക്കുമായിരുന്നു. പിന്നെ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറിപ്പോണെങ്കിൽ കുറച്ചും കൂടെ വ്യൂ എടുക്കാമെന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ അതിൻ്റെ അകത്തോട്ട് കയറിപ്പോയത്. അവിടെ ഉണ്ട് കേട്ടോ കുറേ. പക്ഷെ നേരത്തെയൊക്കെ ആണെങ്കിൽ വേറെയൊക്കെ സംഭവമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ അത് ഇല്ല കാണാൻ. ഓരോ വർഷം കൂടുമ്പോൾ ഓരോ മാറ്റങ്ങളൊക്കെ ഇല്ലേ, ഒരു പക്ഷേ അതായിരിക്കും. അപ്പോൾ ഞങ്ങൾ ഏകദേശം ഇതിൻ്റെയൊക്കെ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുക. അപ്പോൾ ഇതിൻ്റെ ഇപ്പം ഇടത് സൈഡാണ് നിങ്ങൾ ശരിക്കും കാട്ടുപോത്തിനെ കാണാമെന്ന് വെച്ചാൽ, ആ സൈഡാണ് ശരിക്കും കാട്ടുപോത്ത്. അതിൻ്റെ നിങ്ങൾക്ക് മരത്തിൻ്റെ അപ്പുറത്ത് അത് സൂം ചെയ്ത് ശരിക്കും പറഞ്ഞാൽ എടുക്കാൻ പറ്റുള്ളൂ. കണ്ടോ ചെറിയൊരു ബ്ലാക്ക് പോലെ കാണുന്നില്ലേ, അതാണ് കാട്ടുപോത്ത്. അത് 1-2 അല്ല, ഒരു 5-6 ഉണ്ടെന്ന് അടുത്തടുത്ത്. പക്ഷെ അങ്ങോട്ട് നമുക്ക് പ്രവേശനമില്ല. അങ്ങോട്ട് പോവായിരുന്നു സുഖമായിട്ട് നമുക്കതിനെ കാണാൻ പറ്റുമായിരുന്നു കാട്ടുപോത്തിനെ. പിന്നെ അവർ വന്നപ്പം ബോട്ടിങ് എടുത്ത് ആരോ വന്നപ്പോഴേ അവരെ കയറ്റിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പം ഇതാണ് തേക്കടി. ഇനിയുണ്ട് കേട്ടോ ഇതിൻ്റെ വീഡിയോസ്, ഇനി ബാക്കിയുണ്ട് കുറച്ച് വീഡിയോസും കൂടെ. അത് കേഴയൊക്കെ കേഴയാണ് മ്ലാവ് നടത്തില്ല, നമുക്ക് അവർ ഫോറസ്റ്റുകാരായിട്ട് ഭയങ്കര അറ്റാച്ച്മെൻറ്റാണ്. അതിൻ്റെ വീഡിയോ ഞാൻ തൊട്ട് പുറകെ ഇടുന്നതാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.